Mesmerizing wedding collection. Tejaswini by Chungat Jewelry. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. സ്കൂൾ സമയത്തെ നിരോധനം പോലും വകവയ്ക്കാതെ മണ്ണ് കടത്തൽ. നായത്തോട് എയർപോർട്ട് റോഡിൽ ടോറസ് വാഹനങ്ങൾ തടഞ്ഞിട്ട് നഗരസഭാ കൗൺസിലർമാരുടെ പ്രതിഷേധം. നായത്തോട് 6 സെന്റ് പുനരധിവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള 16 ഏക്കറോളം വരുന്ന പാടശേഖരമാണ് നികത്തിക്കൊണ്ടിരിക്കുന്നത്. വിമാനത്താവള പ്രദേശത്തു നിന്ന് ഈ ഭാഗത്തേക്കുള്ള മണ്ണ് കടത്ത് മാസങ്ങളായി തുടർന്നു വരികയാണ്. കല്ലും മണ്ണും പൊടിയും വീണ് ഈ ഭാഗത്തെ ജനജീവിതം ദുരിതപൂർണമായിരിക്കുന്നു. പ്രദേശവാസികളും യാത്രക്കാരും നിരന്തരം പരാതിപ്പെട്ടിട്ടും മുഖവിലക്കെടുക്കാൻ സിയാൽ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. നിരോധിക്കപ്പെട്ട സ്കൂൾ സമയങ്ങളിലും അമിതഭാരം കയറ്റിയുള്ള ടോറസ് വാഹനങ്ങളുടെ അതിവേഗ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടെ തിങ്കളാഴ്ച രാവിലെ ടോറസ് വാഹനത്തിന്റെ സൈഡ് ബോഡി തുറന്ന് റോഡിൽ പതിച്ച മൺകൂന ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും വിമാനത്താവളത്തിലേക്കുമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നഗരസഭാ കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസിന്റെ നേതൃത്വത്തിൽ ടോറസ് വാഹനങ്ങൾ തടഞ്ഞിട്ടു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കഴിഞ്ഞ 2 മാസത്തിലേറെ കാലമായി എയർപോർട്ടിന്റെ പുനരധിവാസ കേന്ദ്രമായിട്ടുള്ള നായത്തോട് 6 സെന്റ് ഭാഗത്തേക്ക് 100 കണക്കിന് ലോഡ് ടോറസിലുള്ള മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിന്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇങ്ങനെ മണ്ണടിച്ചു കൊണ്ടുപോകുന്നതാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾക്കോ പൊതുപ്രവർത്തകർക്കോ നാട്ടിലെ ആർക്കും തന്നെ എന്തിനു വേണ്ടിയാണ് മണ്ണ് കൊണ്ടുപോകുന്നതെന്നോ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ചൊന്നും ഇതുവരെ ഒരു വ്യക്തതയോ ഒരു ധാരണയോ വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും പ്രദേശത്തെ ജനങ്ങളാകെ ആശങ്കയിലാണ്. എന്തിനു വേണ്ടിയാണ് ഈ മണ്ണ് കൊണ്ടുപോകുന്നത്? ഈ പ്രദേശത്ത് 100 കണക്കിന് ടിപ്പർ കിടന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അനുശാസിക്കുന്ന നിയമം, ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഓവർലോഡ് മണ്ണും ഒപ്പം തന്നെ ഓവർ സ്പീഡും സ്കൂൾ സമയത്ത് കുട്ടികൾക്കോ ഒരാൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇന്ന് ഉണ്ടായൊരു സംഭവം, ഈ ലോറിയിൽ നിന്നും നിരവധി ആർന്ന മണ്ണ് റോട്ടിൽ വീഴുകയും അങ്ങനെ വീണ മണ്ണിൽ ആളുകൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തെന്നി വീഴുകയും ആളുകൾ വീഴുകയും ചെയ്യുന്ന അതീവ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥ നിലവിലുണ്ട്. ഈ റോഡ് എന്ന് പറയുന്നത് വേങ്ങൂർ എയർപോർട്ട് റോഡാണ്. 100 കണക്കിന് വാഹനങ്ങൾ, ഒരുപക്ഷെ 1000-ൽ പരം വാഹനങ്ങൾ ദിനംപ്രതി എന്നോണം കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും ഇവിടെ ഈ ഇതുപോലെ ടോറസ് അനിയന്ത്രിതമായി പോകുന്നതിൻ്റെ ഭാഗമായി കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതിന് ഞങ്ങൾ കൂടി ഒരു സമയത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രദേശം ആകെ കലുഷിതമാകും. അതുകൊണ്ട് ഞങ്ങൾ നാളിതുവരെ പ്രശ്നം സങ്കീർണമാക്കാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സിയാലിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയോടും എല്ലാം ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്. പക്ഷെ നാളിതുവരെ ഈ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്ന പരാതി ശ്രദ്ധാപൂർവം കേൾക്കുന്നതിനോ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനോ ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റോ സിയാൽ അധികാരികളോ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനപ്രതിനിധികളും, ഇവിടെ വിദ്യാഭ്യാസ കലാകാരി സെൻട്രൽ ചെയർപേഴ്സൺ വിനീത ദിലീപുണ്ട്, കൗൺസിലറായിട്ടുള്ള ദീപ ജയകുമാറുണ്ട്, ലതിക രാജനുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് KK ഷിബു ഉൾപ്പെടെ ജിജോ കർവാസിസ് ഉൾപ്പെടെയുള്ള നിരവധിയാർന്ന പ്രവർത്തകർ ഒത്തുകൂടിക്കൊണ്ട് ഇന്ന് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് വാഹനം തടയാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ്. ബന്ധപ്പെട്ട സിയാലിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ കാര്യം സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തിയാൽ മാത്രമാണ് ഈ സമരങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. കാരണം ഇത് സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. ഇവിടെ കൊച്ചു മക്കൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് രാവിലെ പോലും സ്കൂൾ ടൈമിലാണ് ഈ വാഹനം ഓടിയത്. അപ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. തീർച്ചയായും ഇത്തരത്തിലുള്ള നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സിയാലല്ലാതെ ആരായാലും സ്വാഭാവികമായും ഇത് ബന്ധപ്പെട്ട മിനിസ്റ്റർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഒരു ചർച്ചയ്ക്ക് പോലും സിയാലിന്റെ ബന്ധപ്പെട്ട അധികാരികൾ പ്രദേശ ജനപ്രതിനിധികളെയോ പൊതുപ്രവർത്തകരെയോ വിളിച്ച് സംസാരിക്കുവാനോ ചർച്ച ചെയ്യാനോ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു തിണ്ണമെടുക്കിന്റെ ബലത്തിലാണ് സിയാൽ അധികാരികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ സിയാലിന്റെ
തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുന്നവരെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK ഷിബുവും സ്ഥലത്തെത്തി സിയാൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം ഇതുവരെ ₹1 ഉപകാരം ഈ പ്രദേശത്തേക്ക് ഈ എയർപോർട്ട് ഉണ്ടായിട്ടില്ല. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ CSR ഫണ്ട് ഉണ്ട്. നായത്തോട് പ്രദേശത്തിന്റെ അഭിവൃദ്ധി പാവപ്പെട്ട ആളുകൾക്ക് പുരോഗമനത്തിന് വേണ്ടിട്ടോ ₹1 പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്തിനാ ഈ ആക്ഷേപം നമ്മൾ കേൾക്കണതിനാ? പലവട്ടം MD പോയി കണ്ടു, പലവട്ടം ഈ ഭാഗത്തുള്ള ഒരു സഹായം ഒന്നുമില്ല. ഒരു കസേര പോലെ ഈ പ്രദേശത്ത് അംഗൻവാടിക്ക് പോലും മറ്റു കൊടുക്കില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ സഹിക്കാനാ? ഈ വണ്ടികൾ വന്നിട്ട് ആളുകൾക്ക് ഗതാഗതത്തിന് പോലും ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റുന്ന അവസ്ഥയാണ് പലപ്പോഴും. ഈ ആക്ഷേപം ഞങ്ങൾ കേൾക്കേണ്ട കാര്യമുണ്ടോ? തൽക്കാലം വണ്ടിക്ക് ആണെങ്കിൽ ഇവിടെ കിടക്കട്ടെ, വണ്ടി കൊണ്ടുപോണ്ട. മണ്ണടിപ്പ് നടത്താൻ പറ്റില്ല, എന്തായാലും മണ്ണിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെന്ന് പണി ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറ്റിയാൽ അവിടെ അവിടെ ഇറങ്ങില്ലേ? നിങ്ങൾ പോലീസിനെ വിളിച്ചോ? ഉത്തരവാദിത്തപ്പെട്ട സിയാലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ അംഗീകരിക്കുന്നു. മുകളിലുള്ള ആളിന് പറ്റുന്ന ഈ നാടിന്റെ വികാരം പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. നിങ്ങൾ വിളിക്കും, അതല്ലേ റോഡ് മൊത്തം നോക്കാം. സിയാലിലേക്ക് ആകെ പോകാൻ പറ്റാത്ത അവസ്ഥ വരും, സംഘർഷപരമായിട്ട് അവസ്ഥയിലേക്ക് പോകും. അത് ഉണ്ടാകരുത്. 4 കൗൺസിലർമാർ നിൽക്കുന്ന പ്രദേശത്ത് ഇവര് എന്ത് മറുപടി പറയും ജനങ്ങളോട്? അവിടെ ആളില്ലേ? അല്ല അവര് ഏസിനുണ്ടേ, അവര് ഇറങ്ങാൻ പറയാം, അവര് വരാൻ പറയുന്ന. വെയിൽ എല്ലാവർക്കും ബാധകമാണ്. ഞങ്ങളൊക്കെ വെളുത്തൂരൊക്കെ കുറച്ച് കൊള്ളട്ടെ. അല്ല ഓഫീസറെ പണി അവരെ വിളിച്ചിട്ട് ഇന്നമാതിരി പ്രശ്നമുണ്ട്. ഒരു ജനപ്രതിനിധികളും പാർട്ടി നേതാക്കന്മാർക്കും ഒന്ന് കാണാം. ഇത് അഡ്വക്കേറ്റ് KK ഷിബു പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഈ വിഷയം അറിഞ്ഞിട്ട് വന്നാണ്. അത് സ്വാഭാവികമായിട്ട് ഇനി വേറെ ആളോട് വരും. അപ്പൊ പിന്നെ നമ്മുടെ കൈപ്പിള്ളിൽ സാധനം ഒതുങ്ങില്ല. ആളുകൾ അക്രമത്തിലേക്കും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ വിളിക്കണത്. മണ്ണ് കയറ്റിയ ടോറസ് ലോറികൾ വിമാനത്താവള പ്രദേശത്തേക്ക് തന്നെ തിരിച്ചയച്ചു. കൗൺസിലർമാരായ വിനീത ദിലീപ്, ലതിക രാജൻ, ദീപ ജയകുമാർ, മുൻ കൗൺസിലർ രജനി ശിവദാസൻ എന്നിവരും സമരരംഗത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ഈ ടോറസില് മണ്ണടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഏകദേശം 1 മാസം മുമ്പ് ആ പ്രദേശവാസികളും പാർട്ടി നേതൃത്വം എല്ലാം കൂടി അവിടെ ടോറസ് തടയുണ്ടായി. അന്ന് അവരതിന് ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെ അതിനൊരു പരിഹാരം കാണാനായിട്ട് അവർ സാധിച്ചിട്ടില്ല. അവരതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്നിവിടെ തടഞ്ഞേക്കുന്നത് ഇത് നിരന്തരമായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഇതിനൊരു പരിഹാരമാണ് നമുക്ക് വേണ്ടത്. സാധാരണക്കാരായ കുഞ്ഞു കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ സൈക്കിളിനായിട്ട് പോകുമ്പോൾ ഇതിൽ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇന്ന് തന്നെ ഇവിടെ ഈ മണ്ണ് വീണ് 2 വീലറിന് പോകുന്ന ആളുകളുടെ മുഖത്തേക്ക് അതിന്റെ കാറ്റിൽ മണ്ണ് പറക്കുകയും ആളുകൾ സ്ലിപ്പായി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ഇനി ആവർത്തിക്കാനായിട്ടുള്ള ഒരു ഇടവരരുത്. സിയാൽ ഇതുവരെ വാർഡ് കൗൺസിലറായിരുന്ന രജനി ശിവദാസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിരുന്നു. ആ പരാതി വിളിപ്പിക്കുകയോ അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുകയോ നാളിതുവരെ സിയാൽ ചെയ്തിട്ടില്ല. അതിനൊരു നടപടി ഉണ്ടായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതുമായി മുന്നോട്ട് പോകും. കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് ആ വാർഡിലേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. ആളുകളുടെ പ്രതികരണം കാരണം റോഡ് മോശമായത് മാത്രമല്ല, മണ്ണിട്ട് പൊക്കിയതുകൊണ്ട് അതിന്റെ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ മഴ വന്നാൽ പോലും വെള്ളക്കെട്ടിന് സാധ്യതയാണ്. അപ്പൊ അതിനെന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് അവിടെ നിന്നുള്ള ഒരു ആവശ്യം. അതിനെന്തെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യണം. പൊക്കിയിട്ടാ പറഞ്ഞ കാല് പൊട്ടിയെന്നും പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സംഭവം പോലും അറിയണില്ല, എന്ത് നടക്കണമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അതിന് മറുപടി പറയണ്ടേ? നമ്മൾ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് അതിന് മറുപടി പറയാനുള്ള അവസ്ഥ പോലും നമുക്കില്ല. അതാണ് സ്ഥിതി. അപ്പൊ അതിന് പരിഹാരം നമ്മൾ കണ്ടേ പറ്റും. പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുക്കാതെ കോർപ്പറേറ്റ് സ്വഭാവത്തിലുള്ള തന്നിഷ്ടമാണ് സിയാൽ നടത്തിവരുന്നതെന്ന് പ്രദേശവാസിയായ രതീഷ് കുമാർ K മാണിക്യമംഗലം ചൂണ്ടിക്കാട്ടുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ റോഡ് മോശമായിക്കൊണ്ടിരിക്കുന്നു. ഈ റോഡിലൂടെ പൊടി ഇതിപ്പോൾ നിരന്തരമായി ഇത് കൊണ്ടുപോയത് കൃത്യമായി അത് മൂടാതെ ഈ വാഹനത്തിൽ ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പൊടി പറന്ന് ഈ റോഡിൽ നിന്ന് 100 മീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വീടുകളിൽ വരെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പല വീടുകളിലും അവർ വീടിൻ്റെ ഫ്രണ്ടിൽ നെറ്റിടേണ്ടി വരികയാണ്. ചെറിയ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ നെറ്റിടേണ്ടി വരുന്ന അവസ്ഥയാണ്. ചെറിയ കുട്ടികൾക്ക് ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യം വരെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പുറമെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൊണ്ടുപോയി ഇടുന്ന സ്ഥലം അതൊരു വലിയ പാടമാണ്. കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ഈ നാടിനെ സംരക്ഷിച്ച് നിർത്തിയ ഇവിടുത്തെ ഈ പ്രളയം ഒഴുകി വന്ന ജലം മുഴുവൻ അവിടെ സർവേയർ പോലെ പിടിച്ചു നിർത്തിയ പാടമാണ് നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 10-16 ഏക്കറോളം സ്ഥലം ഇതുവരെ മണ്ണടിച്ച് അവർ നികത്തിയിട്ടുണ്ട്, എയർപോർട്ട് ഇതുവരെ നികത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ആദ്യം ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ, കാരണം ആ പ്രദേശത്തുള്ള കൂടുതൽ ആളുകളും എയർപോർട്ട് കാരണം ഇവിടെ മാറി താമസിക്കേണ്ടി വന്ന, എയർപോർട്ട് കാരണം അവർ അത്രയും കാലം ജീവിച്ച സ്ഥലങ്ങളിൽ നിന്ന് പെറിച്ചു നടപ്പെട്ട മനുഷ്യരാണ്. അവർ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിയിടുന്നത് പോലെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും മണ്ണിട്ട് നികത്തുക എന്ന് പറയുന്നത്. ഇത് ആദ്യം മണ്ണിട്ട് നികത്തിയ സമയത്ത് തന്നെ അവിടുത്തെ പ്രദേശവാസികൾ വണ്ടി തടയുകയും എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുകയും ചെയ്തു. അന്ന് അവർ പറഞ്ഞത് അവർ മണ്ണടിച്ച് പൊക്കുന്നില്ല, അവര് സോളാർ പ്രൊജക്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല പാടത്ത് തന്നെ വെക്കുള്ളൂ, അവിടെ ഈ അങ്ങേയറ്റം വരെ റോഡ് പണിയാൻ വേണ്ടി മാത്രമാണ് മണ്ണടിക്കുന്നത് എന്നാണ് ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത്. തുടർന്നാണ് വീണ്ടും മണ്ണടി ആരംഭിച്ചത്. ഇപ്പൊ മണ്ണടിച്ച് ആ പ്രദേശം തന്നെ, ആ പാടം തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിലവിൽ തന്നെ മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലമാണ് ആ പാടത്തിന്റെ കവരപ്പറമ്പ് വശത്തും നായത്തോട് പ്രദേശത്തുമുള്ള പ്രദേശം എന്ന് പറയുന്നത്. ഇനി ഈ 16 ഏക്കറോളം സ്ഥലം ഇവർ ഈ മണ്ണടിച്ച് നികത്തി കഴിഞ്ഞാൽ അടുത്തത് ഇനിയിപ്പോൾ ഒരു മഴ തികച്ച് പെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പുറത്തുള്ള പ്രദേശത്തും ഇപ്പുറത്തുള്ള പ്രദേശത്തുമുള്ള ആളുകൾ ഈ ഒരു ദുരിതത്തിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് ഒരു കോർപ്പറേറ്റ് ആയിരിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. അവരെ പരിഗണിക്കാതെ ഈ കോർപ്പറേറ്റുകൾ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താതെ, അവിടെ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ള സുരക്ഷിതമായ പാതകൾ ഉണ്ടാക്കാതെ എയർപോർട്ട് ഈ പണിക്ക് നിൽക്കരുത്. അത് ഇന്ത്യൻ ഭരണഘടന ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്, പൊല്യൂഷൻ ഇല്ലാത്ത വായുവും ജലവും ഈ നാട്ടിലെ മനുഷ്യരുടെ മൗലികാവകാശമാണ്. അതാണ് ഈ എയർപോർട്ട് ഇങ്ങനെ 2-3 മാസക്കാലമായി നിരന്തരമായി ഇവിടെയുള്ള ജനങ്ങൾ പലതരത്തിൽ ആവശ്യപ്പെട്ടിട്ട് അതൊന്നും കേൾക്കാതെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനി അനുവദിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ജനങ്ങളെ കേൾക്കാതെ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇനി ഈ പണിയുമായി ദയവായി എയർപോർട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രദേശവാസികൾ എന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് പറയാം. പുനരധിവാസ പ്രദേശത്ത് സൗരോർജ പാടം സ്ഥാപിക്കുന്നതിനായാണ് നികത്തൽ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യം പ്രദേശവാസികളെ ബോധ്യപ്പെടുത്താനോ അവർക്ക് പറയാനുള്ളത് കേൾക്കാനോ സിയാൽ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് സിയാലിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാകാതെ മണ്ണ് കടത്തൽ അനുവദിക്കില്ലെന്നാണ് കൗൺസിലർമാരും നാട്ടുകാരും പറയുന്നത്. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി. 70 years of trust. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും, ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി.